ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യ നീതു വ്ലോഗ്സ് ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് ഞാൻ നാളെ ഇവിടെ ഒരു പരിസരം വൃത്തിയാക്കലിൻ്റെ ഒരു ക്ലീനിങ്ങുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഈ മുറ്റത്തിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ നേരത്തെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ല പോച്ചയൊക്കെ ആവും കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ജസ്റ്റ് തൂക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനിങ്ങനെ പോച്ച കറമ്പി ഒന്ന് വൃത്തിയാക്കാറുണ്ട്. അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തതായിരുന്നു. എങ്കിലും മുറ്റത്തൊക്കെ നല്ല പോച്ചകൾ, ചെറിയ ചെറിയ പോച്ചകൾ. നമ്മൾ ഇതിപ്പം വീഡിയോയിൽ അത്ര അങ്ങോട്ട് അറിയുന്നില്ലായിരിക്കും, എങ്കിലും മുറ്റം നോക്കുമ്പോഴത്തേക്ക് നല്ല ചെറിയ ചെറിയ പോച്ചകൾ ഇങ്ങനെ നമുക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അതിങ്ങനെ ഞാൻ മിക്കവാറും ഞാൻ മുറ്റം വൃത്തിയാകുമ്പോഴൊക്കെ ഈ പോച്ച ഇങ്ങനെ കൈകൊണ്ട് പിച്ചി കളയാറുണ്ട്. പക്ഷേ ഇപ്പം മഴയാകുമ്പോഴത്തേക്ക് 2 ദിവസം നല്ല മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഒന്നൊരു വെയിൽ കാണിച്ചപ്പോഴാണ് ഇന്ന് വന്ന് ഇറങ്ങിയത്. അപ്പോൾ എന്താ മുറ്റം എല്ലാം ഇങ്ങനെ തൂത്തിട്ട് ഞാൻ വിചാരിച്ചൊന്ന് ജസ്റ്റ് ഈ ചെറിയ പോച്ചകളൊക്കെ ഒന്ന് കറമ്പി എടുക്കാമെന്ന്. നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ആ വെയിലത്തായാലും ഞാൻ വിചാരിച്ച് പറമ്പി എടുത്തൊന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ഇതായിട്ട് കിടക്കുമല്ലോ. എത്ര വൃത്തിയാക്കിയാലും പിന്നെ ആ പോച്ച ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. മഴയായാൽ പിന്നെ നല്ല പോച്ചയാണ് കയറി വരുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണോ? കമൻറ്റ്സ് ചെയ്യണേ. ഇങ്ങനെ പോച്ചയൊക്കെ കയറി നിങ്ങളുടെ മുറ്റത്ത് പിടിക്കാറുണ്ടെങ്കിൽ. കണ്ടോ, അപ്പോഴത്തേക്ക് അവിടെ ഈ നമ്മുടെ ആ കിണറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഈ ഒരു സൈസ്, ഞങ്ങളുടെ ഇവിടെ മുത്തങ്ങ എന്നൊക്കെ പറയും, മുത്തങ്ങ പോലുള്ള ഒരു പോച്ച ഇങ്ങനെ കയറി പടർന്നു വരാറുണ്ട്. അതിനി എന്തെല്ലാം ചെയ്താലും ആ മുത്തങ്ങയുടെ പിന്നെ അത് വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിലൊരു സൈസ് കിഴങ്ങുള്ള ഒരു പോച്ചയാണ് അത് എത്ര ചെത്തിയാലും പോത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ കറമ്പി അവിടെയൊക്കെ ആണെങ്കിൽ മിക്കവാറും ഇങ്ങനെ ഇതേപോലെ കറമ്പാറുണ്ട്. പക്ഷേ വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും. ഒരു മഴ പെയ്താൽ ആ കിഴങ്ങല്ലേ, ആ കിഴങ്ങിൻ്റെ ആ അടിയിലോട്ട് നല്ലൊരു ഇത് കിടപ്പുണ്ട്. ആ കിഴങ്ങ് അവിടെ കിടന്നിട്ടാണ് ഇത് മേലോട്ട് വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുത്തങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് കമൻറ്റ്സ് ചെയ്യണേ. അപ്പം ഞാൻ കണ്ടത് ഇത്രയൊക്കെ ചെറിയ പോച്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് കറമ്പി ഇട്ടിട്ട് ഞാൻ വിചാരിച്ചതൊന്ന് തൂത്തുവാരി അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറമൊക്കെ അപ്പോഴത്തേക്ക് ഇപ്പുറം സൈഡ് കുറച്ചൊക്കെ അപ്പോഴത്തേക്ക് പോച്ചയെല്ലാം കുറവാണ്. പിന്നെ ആ ഭാഗത്തോട്ടെല്ലാം ചെറിയ ചെറിയ പോച്ചകളൊക്കെ ഉള്ളു. വെയിലുണ്ടായത് കൊണ്ട് അത്യാവശ്യം പെട്ടെന്ന് നമുക്കതൊന്ന് തൂത്ത് മാറ്റി എടുക്കാൻ പറ്റും. കാരണം മഴ പെയ്ത് 2 ദിവസം മഴയായിരുന്നു. പിന്നെ അതിൻ്റെ തലേന്ന് പിറ്റേന്നൊന്ന് മഴ പെയ്ത് മാറി ചെറിയ വെയിലായതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇറങ്ങിയത്. ആ വെയിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം പോച്ചയൊക്കെ ഒന്ന് കുടഞ്ഞു മാറ്റി എടുക്കാൻ പറ്റും. അങ്ങനെ ദാണ്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഞാൻ ഇവിടോട്ട് മാറിയിട്ട് ആ ഭാഗമെല്ലാം ഒന്ന് കറമ്പി കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളു കേട്ടോ. ഈ ചെറിയ ഇതായിട്ട് മാറുന്ന ആ ഭാഗത്തോട്ടൊക്കെ ഉള്ളു. ഇതെല്ലാം ക്ലീൻ ചെയ്തതാണ്. പിന്നെ ദാണ്ട് ഈ ചെറിയ ചെറിയ പോച്ചകൾ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കുഞ്ഞു പോച്ചകളാണ്. നമ്മൾ കൈകൊണ്ട് വെച്ചാൽ പോലും വരാത്ത സൈസ് പോച്ചകളാണ്. അപ്പോൾ ഇങ്ങനെ ആ 2 ദിവസത്തെ മഴയ്ക്ക് ശേഷം വെയിലടിച്ചപ്പോഴത്തേക്ക് പിന്നെ ആ മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വീണ്ടും ഇവിടെ ചെത്തിയ ഭാഗമൊക്കെയാണ് എങ്കിലും പിന്നെയും ഒന്ന് ചെത്തി ചെറിയ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പം കാണുന്നുണ്ടോ, ഞാൻ ഈ മുറ്റമെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ പുരയിടത്തിലോട്ട് വന്നിട്ടുണ്ട്. പുരയിടത്ത് കാണുന്ന പോച്ചകളായിരുന്നു അത്. അപ്പോൾ ഞാൻ വിചാരിച്ച് അതെല്ലാം ഒന്ന് ചെത്തി മൊത്തം പോച്ചയായങ്ങ്. മറ്റേ പുരയിടത്തിലോട്ട് ഞാൻ അങ്ങനെ കയറിയിട്ടില്ലായിരുന്നു. കാരണം ചെറിയ ചെറിയ പോച്ചകളൊക്കെ അല്ലേ ഉള്ളത്. മഴയത്ത് പിന്നെ അത് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പം പിന്നെ വിചാരിച്ച് പിന്നീട് ഇത് ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞ് ഇട്ടിരുന്നതാണ്. ഇപ്പം എന്താ മഴയൊക്കെ മാറിയപ്പോഴത്തേക്ക് ഞാൻ ദയ്യത്തിൻ്റെ ഭാഗം കേട്ടോ, ഈ ഭാഗമൊക്കെ ഒന്ന് ചെത്തി വാരുവാണ്. അതൊക്കെ നല്ല പോച്ചയാണ്. വീഡിയോയിൽ അത്ര പോച്ചയായിട്ട് തോന്നുന്നില്ല, എങ്കിലും നല്ല ആ പറമ്പിൽ നല്ല പോച്ചയുണ്ട്. ഞാനതെല്ലാം ഒന്ന് ചെത്തിയിട്ട് ഞാൻ വെച്ച് ഒന്ന് കുടഞ്ഞ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ പോച്ചയൊന്ന് ചെത്തി വരുമ്പോഴത്തേക്ക് ഉണങ്ങി മാറുമല്ലോ. അപ്പോൾ ഒന്ന് ചെത്തി വൃത്തിയാക്കി അപ്പോഴത്തേക്കൊന്ന് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് തൂക്കാനൊരു എളുപ്പം കാണുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. മണ്ണിന് വലിയ കുഴച്ചിലൊന്നുമില്ല കേട്ടോ. മണ്ണ് മഴ പെയ്ത് മാറി വെയിലടിച്ചത് കാരണം പോച്ചയൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് ഇളകി. അങ്ങനെ കുറേയൊക്കെ ഭാഗം ചെത്തി കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ ഏതാണ്ട് ആ സൈഡിലൊക്കെ ഒരു കുറച്ച് വാഴയും അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ നിൽപ്പുണ്ട്.
അതൊക്കെ അവിടെ തന്നെ നിൽക്കും. പിന്നെ വലിയ ഇതായിട്ടൊന്നും ഇല്ല എങ്കിലും കൃഷി പറമ്പിൽ വലിയ കൃഷിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം പറമ്പല്ല യഥാർത്ഥത്തിൽ ഇത്. ഞാനാണെങ്കിൽ മുറ്റം തൂത്തിട്ട് ഈ പുരയിടം കൂടെ മുറ്റം പോലെ അങ്ങ് ആക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എല്ലാം ഇന്ന് സാധാരണ ഞാൻ മിക്കവാറും ഇത് ചെത്തി വൃത്തിയാക്കാറുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിലത്താണ് ഈ ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ദാണ്ട് അപ്പുറത്തുനിന്ന് പുളിയൊക്കെ എടുത്തുകൊണ്ട് ഇപ്പുറത്തോട്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ദാണ്ട് ഇവിടെ എല്ലാം ഒരുവിധം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി അതെല്ലാം ഒന്ന് തൂത്ത് വാരിയെടുത്ത് വൃത്തിയാക്കണം. ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്തിട്ട് ആ കിളച്ച ഇതായതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു വലിയ കുഴച്ചിലൊന്നും ഇല്ല. എങ്കിലും നമ്മൾ ഇച്ചിരി ചൂല് വെച്ചിട്ട് നല്ല ശക്തിക്കിട്ട് തൂത്താലേ ഒന്ന് വരത്തുള്ളൂ. കാരണം നേരത്തെ മഴയല്ലായിരുന്നോ. അപ്പോൾ ആ മഴ പെയ്തതിൻ്റെ ആ മാറി ഒന്ന് ഉണക്കായതിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ കുഴപ്പമാണ്. അവിടെ എല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. പോച്ചയെല്ലാം വാരി ഞാൻ കൊണ്ട് കളഞ്ഞ് മുറ്റമെല്ലാം വൃത്തിയായിട്ടുണ്ട് അത്യാവശ്യം. ഇവിടെ എല്ലാം ഞാൻ നേരത്തെ ഒന്ന് ചെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടെ ഒന്ന് അവിടെ ഇവിടെയുള്ള പോച്ചകളെല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കിയതാണ്. ഇപ്പം നമ്മൾ ചെത്തിക്കൊണ്ടിരുന്ന മുറ്റത്തിൻ്റെ ഭാഗമാണ് ഇത്. ഫ്രണ്ട് ഭാഗമാണ് കാണുന്നത്. ഫ്രണ്ടൊക്കെ ഞാൻ നേരത്തെ വൃത്തിയാക്കി. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.